ശബരിമലയിലെ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കവാടം സ്വർണം പൊതിയാൻ ചെന്നൈയിൽ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രദർശനമേളയാക്കി. നടൻ ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിനെയും കൊണ്ട് പൂജിച്ച് വിശ്വാസ്യതയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. 6 വർഷം മുൻപുള്ള വീഡിയോ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഇത് 2019 നടന്ന പൂജയുടെ ദൃശ്യങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ടാണ് താൻ ശ്രീകോവിൽ കവാടത്തിന്റെ പൂജയിൽ പങ്കെടുത്തത് എന്ന് നടൻ ജയറാം 24നോട് പറഞ്ഞു. കവാടം ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്റെ വീട്ടിലും എത്തിച്ചെന്ന് ജയറാം 24നോട് വ്യക്തമാക്കി. ഈ പൂജ, ഈ സംഗതി ഉണ്ടാക്കിയതിന് ഏകദേശം ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ മകരവിളക്കിന് അവിടെ വെച്ച് ഇദ്ദേഹം പരിചയപ്പെട്ടു. നമ്മുടെ ശബരിമലയിൽ വെച്ച് ഫ്രണ്ടിലുള്ള നദിയും ബാക്കിയെല്ലാം സ്വർണം ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഞാനൊന്ന് വിളിക്കും, അപ്പോൾ ശബരിമലയ്ക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, അയ്യോ തീർച്ചയായിട്ടും വിളിക്കണം എന്ന് പറഞ്ഞു. ആ പൂജ കാണിക്കുന്നത് എന്റെ വീടല്ല, അത് ഫാക്ടറിയിലാണ്. അതിനുശേഷം 1 മിനിറ്റ് എന്റെ ഏകദേശം ഒരു 10-15 മിനിറ്റ് എന്റെ പൂജാ റൂമിന്റെ അവിടെ കൊണ്ട് കാണിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി അവര്. നെയ്യഭിഷേകത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകുന്നതിനാണ് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചത്. നെയ്ത്തേകൾ എത്തിച്ച് അത് പൂജിച്ച് നൽകി പണം ഈടാക്കുന്ന രീതി, അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിവാദങ്ങൾക്കിടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. വിവരശേഖരണത്തിനായി ബംഗളൂരുവിലേക്ക് പോയ സംഘം തിരിച്ചെത്തി. സ്വയം കുഴിച്ച കുഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയത്. ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. ഞങ്ങൾ ഈ പുള്ളിയെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ച് അത് 99 മുതൽ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ ഇത്തരം അവതാരങ്ങൾ പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ 10 പോലും ഇപ്പോൾ ഇല്ല. വിജയ് മല്യ സ്വർണം പൂശിയ 98 സെപ്റ്റംബർ മുതൽ 2025 വരെ വ്യക്തമായ കാര്യങ്ങൾ സ്വർണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ അന്വേഷണം നടക്കട്ടെ, സമഗ്രാന്വേഷണം നടക്കട്ടെ. അത് കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനൌദ്യോഗിക യോഗം ഇന്ന് ചേരും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലും, ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാറും, തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും ചേരും. ആദ്യം മനീഷ് മഹിപാലിലേക്കാണ്. മനീഷ്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, ദേവസ്വം വിജിലൻസിന് അന്വേഷണം നടക്കുകയാണല്ലോ, ഒപ്പം പുതിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മനീഷ്? ഉമേഷ്, നിലവിൽ ദേവസ്വം ബോർഡിന്റെ അനൌദ്യോഗിക അടിയന്തര യോഗം ഇവിടെ ഇപ്പോൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മേൽശാന്തി തെരഞ്ഞെടുപ്പ് അഭിമുഖം അടക്കമുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും ഈ അടിയന്തര അനൌദ്യോഗിക യോഗം ആരംഭിക്കുക. ഈ യോഗത്തിൽ പ്രധാനമായും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. ഒപ്പം തന്നെ നാളെയാണ് വിജിലൻസ് ഏറ്റവും നിർണായകമായ ദിവസം നാളെയാണ്. കാരണം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദുരൂഹത നീക്കി, അതിന്റെ മറ നീക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പല ചോദ്യങ്ങൾക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് വിധത്തിലുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ മറുപടി പറയും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ബാംഗ്ലൂരിലെത്തിയുള്ള വിവരശേഖരണം നിലവിൽ വിജിലൻസ് നടത്തിയിരുന്നു. അങ്ങനെ ദേവസ്വം വിജിലൻസിന്റെ ഒരു ചോദ്യാവലിയിൽ കൃത്യമായ ഉത്തരങ്ങൾ, കൃത്യമായ മറുപടികൾ പറഞ്ഞാൽ ഈ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകും. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പഠിച്ച കള്ളനാണ്. കാരണം കാലാകാലങ്ങളായി നടത്തിയിട്ടുള്ള തട്ടിപ്പ് പരമ്പരകളുടെ ഓരോ ചുരുളഴിയുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന 6 വർഷങ്ങൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളടക്കം ഞെട്ടിക്കുന്നതാണ്. അതായത് ശബരിമലയിലെ ശ്രീകോവിൽ നടവാതിൽ തന്നെ അത് അറ്റകുറ്റപ്പണിക്കോ അല്ലെങ്കിൽ പുതിയതായി നിർമ്മിക്കാനോ വേണ്ടിയിട്ട് കൊണ്ടുപോയ ശേഷം അതൊരു ആന്ധ്രയിലെ ധനികന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി അത് നിർമ്മിച്ച ശേഷം അത് പിന്നീട് ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശി അത് ജയറാമിനെ പോലുള്ള, വീരമണി രാജുവിനെ പോലുള്ള പ്രശസ്തരായ ഉന്നതരായ ആളുകൾക്ക് മുമ്പിൽ അത് ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനു മുൻപ് പൂജ ചടങ്ങ് നടത്തുകയാണ്. താങ്കൾക്ക് അത്തരത്തിലുള്ള ധന്യമായ മുഹൂർത്തത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടെന്ന് ധരിപ്പിക്കുകയും അത്തരത്തിൽ പുണ്യമായ ശബരിമല പോലെയുള്ള അവിടെയുള്ള വില കൂടിയ വസ്തുക്കൾ ഈ രീതിയിൽ പൂജ നടത്തിയതിന്, പണപ്പിരിവ് നടത്തിയതിന് കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ
വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ, അങ്ങനെ പലിശ ഇടപാടുകളൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് വീരനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവമല്ല. ദേവസ്വം മാനുവലിന്റെ കൃത്യമായ ലംഘനം അപ്പോഴൊക്കെ 2019 ശേഷം ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്. 1998 വിജയമല്ലി സ്വർണം പൂശി നൽകിയ കാര്യങ്ങളിലൊക്കെ തന്നെ പിന്നീട് 2019 എങ്ങനെയാണ് ഈ വിധത്തിൽ അറ്റകുറ്റപ്പണിക്കായോ അല്ലെങ്കിൽ അത് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയതായി നിർമ്മിക്കാനോ എങ്ങനെ ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അധികാരപ്പെടുത്തി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് കൈ കഴുകാൻ സാധിക്കില്ല. കാരണം അത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ഇനി കോടതി അവധിക്ക് ശേഷം കോടതി വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണം ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമ്പോൾ പ്രതിക്കൂട്ടിലാവുക ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാവുകയോ എന്ന കാര്യമാണ് ഉയരുന്നത്. എന്താണെങ്കിലും ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ച് 2019 സ്വർണ്ണപ്പാളി, അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്കൊപ്പം തന്നെ ഈ രീതിയിൽ നടവാതിൽ കൂടി പുതുക്കി പണിയാൻ അല്ലെങ്കിൽ പുതിയതായി നിർമ്മിക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ ഇയാൾ എടുത്തിരുന്നു. അങ്ങനെ ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് മറ്റ് സംസ്ഥാനങ്ങളിലെത്തി. അതായത് നേരത്തെ നമ്മൾ സ്വർണ്ണപ്പാളി ഒരു ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലെത്തി പൂജ നടത്തി പണപ്പിരിവ് നടത്തിയെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയാണോ അതല്ല ഇനി നടവാതിലിന്റെ ആ കവാടമാണോ എന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് വ്യക്തമാക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിജിലൻസിനും വലിയ ആശയക്കുഴപ്പം. ശരി, അതിൽ അന്വേഷണം നടക്കട്ടെ. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുമായിരുന്നു. മനീഷ് തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.